ഇവിടെ നേരത്തെ പറഞ്ഞതാണ് ഒരു പൊതുചിത്രം ഉണ്ടായിരുന്നത്. ഞങ്ങൾ വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതല്ല കേരളം. ഇതൊന്നും ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. ഈ സ്ഥാപനങ്ങൾ ഇപ്പം നമ്മൾ കുറച്ച് പാത്ത് ബ്രേക്കിംഗ് സ്റ്റെപ്സ് ഒക്കെ എടുത്തിരുന്നു, കുറേ മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ ഒരു 50 കോടി രൂപ വരെയാണെങ്കിൽ 3.5 വർഷം ഒരു ലൈസൻസും ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കാം. വിത്തൗട്ട് എനി ലൈസൻസ്, പ്രിൻസിപ്പൽ അപ്രൂവൽ മാത്രം മതി. 3.5 വർഷത്തിനുള്ളിൽ ലൈസൻസുകൾ നേടിയാൽ മതി. ഇപ്പം 50 കോടിയാണെങ്കിലും യൂണിയൻ ഗവൺമെൻറ് 125 കോടിയായിട്ട് MSME ഡെഫിനിഷൻ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 125 കോടി വരെ 3.5 വർഷം പ്രിൻസിപ്പൽ അപ്രൂവൽ പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ ബിഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ലൈസൻസ് കൊടുക്കും. അതിന് നിയമം തന്നെ പാസ്സാക്കി, ഏകാന്തമായിട്ടാണ് നിയമം പാസ്സാക്കിയിട്ടുള്ളത്. പരാതികളുണ്ടെങ്കിൽ മന്ത്രിയെ കാണണ്ട, ഓൺലൈനിൽ സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസം ഉണ്ട്. പരാതി കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ തീർപ്പുണ്ടാക്കണം. 15 ദിവസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കണം. നടപ്പിലാകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഫൈൻ ഈടാക്കാം. സാധാരണ ഞങ്ങൾ നിയമസഭ ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കാൻ മാത്രമേ നിയമം പാസ്സാക്കാറുള്ളൂ. ആദ്യമായിട്ടാണ് ഉദ്യോഗസ്ഥർക്ക് ഫൈൻ ഈടാക്കാൻ ഒരു നിയമം പാസ്സാക്കിയത്. അപ്പോൾ നല്ല മാറ്റം കേരളത്തിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള സ്ഥാപനങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുന്നു.